നമസ്കാരം, സിറ്റി ന്യൂസിലേക്ക് സ്വാഗതം. വൈഗരിയും ഗോൾഡൻ സിംഗർ 2025 ചലച്ചിത്ര റിയാലിറ്റി ഷോ ഓഡിഷൻ ഡിസംബർ ആദ്യവാരം ചെറുകുന്ന് വൈഗരി ഓഡിറ്റോറിയത്തിൽ വെച്ച് നടക്കുമെന്ന് സംഗീത വിദ്യാലയം ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. 12 വയസ്സ് മുതൽ 17 വയസ്സ് വരെയുള്ളവർക്കുള്ള ഗോൾഡൻ സിംഗർ ജൂനിയർ, 18 വയസ്സ് മുതൽ 25 വയസ്സ് വരെയുള്ളവർക്കുള്ള ഗോൾഡൻ സിംഗർ സീനിയർ എന്നിങ്ങനെ 2 വിഭാഗങ്ങളിലായിരിക്കും മത്സരം. വൈഗരിയും ഗോൾഡൻ സിംഗർ ഗ്രാൻഡ് ഫിനാലെ 2025 ജനുവരി 26 വൈഗരി ശ്രുതി മണ്ഡപത്തിൽ വെച്ച് നടത്തും. എന്നാൽ പ്രത്യേകിച്ച് മലബാറിലെ സാധാരണക്കാരായ പാവപ്പെട്ട കുട്ടികൾക്കും അതോടൊപ്പം തന്നെ ചെറുപ്പക്കാർക്കും ഒരു അവസരം സൃഷ്ടിക്കുക എന്നുള്ളതാണ് നമ്മളിതിലൂടെ ഉദ്ദേശിക്കുന്നത്. ബഹുമാനപ്പെട്ട രാമേന്ദ്ര മാഷുടെ നേതൃത്വത്തിൽ ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾ ഓൾറെഡി നമ്മുടെ കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ നിന്നായിട്ട് ഗായകരായിട്ടുണ്ട്. ഗായകർ മാത്രമല്ല, നിരവധി സംഗീത സംവിധായകരെ കൂടി സൃഷ്ടിക്കാൻ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലുള്ള വൈഖരി എന്ന സംഗീത വിദ്യാലയത്തിന് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ കണ്ണൂർ, കാസർഗോഡ് ജില്ലയിൽ വന്നാൽ പ്രധാനപ്പെട്ട യേശുദാസ് ഉൾപ്പെടെ ചിത്രചേച്ചി ഉൾപ്പെടെ സന്ദർശിക്കുന്ന ഒരു സ്ഥാപനമാണ്. അപ്പോൾ അവിടെ നമ്മുടെ ജൂനിയർ വിഭാഗം എന്ന നിലയിൽ 12 വയസ്സ് മുതൽ 17 വയസ്സ് വരെയും, സീനിയർ വിഭാഗം 18 വയസ്സ് മുതൽ 25 വയസ്സ് വരെയും 2 വിഭാഗങ്ങളായിട്ടാണ് ഈ മത്സരം സംഘടിപ്പിക്കുന്നത്. മത്സരത്തിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർ നവംബർ 30 മുമ്പായി പേര് രജിസ്റ്റർ ചെയ്യണം. ഡിസംബർ മാസം നടക്കുന്ന ഓഡിഷൻ സ്ക്രീനിങ്ങിലൂടെ മത്സരാർത്ഥികളെ തിരഞ്ഞെടുക്കും. ഫൈനൽ മത്സരത്തിൽ 1, 2, 3 സ്ഥാനം ലഭിക്കുന്ന സീനിയർ വിജയികൾക്ക് യഥാക്രമം 10,000, 7,500, 5,000 രൂപയും, ജൂനിയർ വിജയികൾക്ക് യഥാക്രമം 5,000, 3,000, 2,000 രൂപയും ട്രോഫിയും നൽകും. 4-5 സ്ഥാനം നേടുന്നവർക്ക് പ്രോത്സാഹന സമ്മാനവും നൽകും. കൂടുതൽ വിവരങ്ങൾക്ക് 9746251610, 9747271522 നമ്പറുകളിൽ ബന്ധപ്പെടാവുന്നതാണെന്ന് സംഗീത സംവിധായകനും ഗായകനുമായ ഡോക്ടർ കാഞ്ഞങ്ങാട് രാമചന്ദ്രൻ പറഞ്ഞു. വാർത്താ സമ്മേളനത്തിൽ വൈഗരി PTA പ്രസിഡന്റ് ആനക്കൈ ബാലകൃഷ്ണൻ, സെക്രട്ടറി ഡോക്ടർ ജിജി കുമാരി, ലിനി കുര്യൻ, സദാനന്ദൻ അമ്പലപ്പുറം എന്നിവരും പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക്, സിറ്റി ന്യൂസ്. കൂടുതൽ വാർത്തകൾ അറിയുവാൻ സിറ്റി ചാനൽ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. ഒപ്പം യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക. വാർത്തയുടെ അവസാനിക്കുന്നില്ല. മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം. നമസ്കാരം.